പാസ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു 15 വർഷം മുമ്പ് എക്സ്പയർ ആയതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഇത് കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ഓടിച്ച് നിർത്തി നോക്കുന്ന ഈ പാസ്പോർട്ട്. ഇത് ഒന്നാമത്തെ വിസയാണോ? ഇത് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി. അപ്പോൾ 1 2 പിന്നെ ഇതാ ഒരു ഡിഫറെൻറ്റ് പേജസിലേക്ക്. ഇത് വിസിറ്റ് വിസ അടിച്ചതിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. ഏകദേശം 20 വർഷമാവുന്നു ഒമാനിൽ പ്രവാസിയായിട്ട്. സോഷ്യൽ വർക്കിലൊക്കെ ഇൻവോൾവ് ആകുമ്പോൾ മനസ്സിലാവുന്നത് കുറേയേറെ ഇഷ്യൂസ് ഉണ്ട് നമ്മൾ പ്രവാസികൾ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്നത്. അങ്ങനെ പ്രവാസവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ നമ്മുടെ മനസ്സിലെ സംശയങ്ങൾ മുതൽ നമ്മൾ ഗൾഫിലോട്ട് വരുന്ന സമയത്ത് മൊത്തത്തിൽ ഒരൊറ്റ ചാർജുള്ളൂ, പണിക്കൂലി. വിദഗ്ധരെ വിളിച്ചിരുത്തി ഒരു കട്ടനൊക്കെ കൊടുത്ത് നമ്മുടെ കട്ടൻ്റെ സ്റ്റുഡിയോയിൽ നിന്നും വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഒരു പരിപാടിയാണ് പ്രവാസി കട്ടൻ ടോക്സ്. തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാവുന്നതും ആനുകൂല്യങ്ങളും ഉള്ളതാണ്. നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വരുന്ന രാജ്യത്തെ നിയമവശങ്ങൾ. നൂലാമാലകളല്ല, ഗവൺമെൻറ്റുള്ള പ്രൊട്ടക്ഷനാണ് അവർക്ക്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. അതിനൊക്കെ എന്ത് എളുപ്പമാണ് നമുക്ക് കിട്ടുന്ന പൈസകൾ നമ്മൾ ലീഗലായിട്ട് നമ്മുടെ NRI അക്കൗണ്ടിലേക്ക് അയക്കാം. പ്രവാസി ആയിരിക്കുന്ന ഒരു പാരന്റ് ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ്. സെൽഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കാര്യങ്ങൾ തന്നെത്താനെ ചെയ്യാൻ പ്രാപ്തരാക്കണം കുഞ്ഞുങ്ങളെ. 12th കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ഉപരിപഠനത്തിനായിട്ട് എവിടെ അയക്കും, എങ്ങനെയാണ് കോളേജ് സെലക്ട് ചെയ്യുന്നത്? ഈ കുട്ടി മെഡിസിന് കൊള്ളാം. മെഡിസിൻ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എന്തെല്ലാം പഠന മേഖലകൾ നമുക്ക് ഇന്നുള്ളതും ഇനി വരാൻ കിടക്കുന്നതും ഉണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പം കുട്ടി അങ്ങനെ പറയുമ്പം നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കുട്ടിയുടെ സൈഡ് പറയണോ പേരൻറ്റിന്, അവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ സമയത്താണ് അതാ ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ജീവിത ശൈലി കാരണം ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ്, ജോലി കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്. പണ്ട് കാലത്ത് നമ്മൾ മനുഷ്യർ ഉറങ്ങുന്ന സമയത്ത് പറയുന്നത് കണ്ടില്ലേ, ഇത് കൂർക്കം വലിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പോൾ കൂർക്കം വലി എന്ന് പറയുന്നത് സ്ലീപ്പ് അപ്നിയുടെ ഒരു ഭാഗമാണ്. എന്ന് വെച്ച് കൂർക്കം വലി ഉണ്ടാവുന്ന എല്ലാവരിലും സ്ലീപ്പ് അപ്നി ഉണ്ടാവണമെന്നില്ല. പ്രവാസ ലോകത്ത് ഈ ഒരു ബ്ലഡ് റിലേറ്റഡ് എലിമെന്റ്സ് എത്രമാത്രമാണ്? നാട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്ത് ചെയ്യും, പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള റിട്ടയർമെന്റ് ചിന്തകൾ. സംഭാവന കൊടുത്ത ആൾക്കാർ, അതല്ലെങ്കിൽ ഒരു വള കൊടുക്കേണ്ടവർക്ക് 4 വള കൊടുത്തത് കല്യാണങ്ങൾ, അവരൊന്നും വരില്ല. അവിടെ നമ്മുടെ മക്കളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. ഏതോ നാട്ടിലായിരിക്കാം ചിലപ്പോൾ അവർ ജീവിക്കുന്നുണ്ടാവും, അവരെന്തോരം ഒരുക്കുന്നുണ്ടാവും നമ്മളെ ആലോചിച്ചിട്ട്. ബട്ട് ഇഫ് വി ഹാവ് പ്ലാൻഡ് അവർ റിട്ടയർമെൻറ്റ്, വി ആർ ഇൻഡിപെൻഡൻറ്റ് ദെയർ. ഏകദേശം ഒരു 38 വർഷം ഇതിങ്ങനെ നീണ്ടുപോയി. അദ്ദേഹത്തിന് ഇതിനിടയ്ക്ക് നിർത്താൻ സമയം കിട്ടിയില്ല. ഇപ്പോൾ അവസാനം നിർത്തിപ്പോയത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. പ്രവാസം വിട്ട് നാട്ടിൽ ചെന്ന് ബിസിനസ് ചെയ്തവരെ കുറിച്ച്. ഫാമിലും സോപ്പ് മേക്കിങ്ങിലായിട്ട് 7 പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി കൂടുതലേക്ക്, കാരണം കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാം. ഏകദേശം ഒരു 3 വർഷം കൊണ്ട് 260 പേർക്ക് ഡയറക്റ്റ് ആയിട്ട് ജോലി കൊടുക്കാൻ പറ്റും. പ്രവാസ ലോകത്തെ എഴുത്തുകാര്, കലാസാഹിത്യ പ്രവർത്തനങ്ങൾ. History of cinema. നിങ്ങൾക്ക് ഇവിടെ പ്രവാസികളുടെ ഇടയിൽ ഈ നാടകത്തിനോട് കാണിക്കുന്ന ഒരു സമീപനത്തിനുള്ള ഒരു ആത്മാർത്ഥതയില്ലേ, അത് ഞാനിവിടെ വന്ന കാലം തൊട്ട് എന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം നമ്മുടെ ആൾക്കാർ ഈ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്. പ്രവാസ ലോകത്തുള്ള എനിക്ക് ചെറിയൊരു വിയോജിപ്പ് അതാണ്. ഇതിനൊരു ഭയങ്കര മത്സര ബുദ്ധിയോ, ഞാൻ ആക്ടറാവണം അതാണ്. പക്ഷേ ഞാൻ ഈ പറയുന്നൊരു സോള് പ്രവാസ ലോകത്തെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ, കൾച്ചർ, ഇവിടുത്തെ ട്രഡീഷൻ. ഫൈനലി ഈ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയത്തിൽ കാണിച്ചിട്ടുള്ള ഈ ബീഹൈവ് ടോംബ് നമ്മൾ നേരിട്ട് കണ്ടു. നമ്മൾ പ്രവാസികൾക്ക് ചേരാൻ സാധിക്കുന്ന നോർക്ക പോലുള്ള പദ്ധതികളെ കുറിച്ച് ഏറ്റവും നേരത്തെ തന്നെ എടുക്കുക എന്നുള്ളതാണ് പിന്നെ നല്ലതൊരു പ്രവാസി എന്നുള്ള നിലയ്ക്ക്. അതുപോലെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് പൊതുവെ വരുന്നത്. വീട് വെക്കുകയാണെങ്കിൽ സബ്സിഡി ഉണ്ട്, അസുഖത്തിന് ചികിത്സാ സഹായമുണ്ട്. അങ്ങനെ നമുക്ക് പ്രവാസികൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസാണ് പ്രവാസി കട്ടൻ ടോക്സ്. യൂട്യൂബ് ചാനലും സെയിം പേരാണ്. നിങ്ങളൊരു പ്രവാസിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മോടൊപ്പം ജോയിൻ ചെയ്യാം, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.